ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് എ ഫിഷർമാൻ ടേൺഡ് ഇൻടു ഫീഡിംഗ് ദ ഫ്ലോക്ക്. ഒരു മീൻപിടുത്തക്കാരനായിരുന്നവനെ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്നവനായിട്ട് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പ് മാനിക്കുന്ന ബന്ധത്തിൽ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ വളരെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്നലെയാണ് ഈ വേദവാക്യം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോസ്തലനായ പത്രോസിനെ ദൈവം വിളിക്കുന്ന വിളിയാണ് എൻ്റെ മുൻപിൽ ഉള്ളത്. ഇന്ന് പകൽക്കാലം ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാനിക്കുന്ന ബന്ധത്തിൽ കർത്താവായ യേശു പത്രോസിനെ ഒരു കമ്മീഷൻ ചെയ്തതുപോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നവർക്കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെ ഓരോരുത്തരെയും കമ്മീഷൻ ചെയ്ത് ഇവിടെ നയിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ വിഷയം എന്ന് പറയുന്നത്. 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്ന ആ സമയത്ത് വളരെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെയാണ് 21-ാം അധ്യായം ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ പത്രോസ് തിരിച്ച് മീൻ പിടിക്കുവാനായിട്ട് തൻ്റെ കൂട്ടുകാരുമായിട്ട് കടന്നു പോവുകയും കർത്താവായ യേശു ക്രിസ്തു അവരെ അവിടെ വെച്ച് കാണുന്നതായിരിക്കുന്ന ഒരു ചരിത്രമാണ് നമ്മളവിടെ കാണുന്നത്. 15 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ പ്രധാനമായിട്ട് അവനോട് വെളിപ്പെടുന്നത് അപ്പോസ്തലനായ പത്രോസിനെ ദൈവം വിളിച്ചതായിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വീണ്ടും റീകമ്മീഷൻ ചെയ്യുന്നതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്.